ഹായ്. ഈ മീനെ ഞങ്ങൾ ഫീസറിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഒരു 2-3 മണിക്കൂർ ഫീസറിൽ വെച്ച് കഴിഞ്ഞ ശേഷം അമ്മ നന്നാക്കാൻ എടുത്തത്. അമ്മയ്ക്ക് എവിടെ നന്നാക്കാൻ അറിയുള്ളൂ. അതിന് മുമ്പേ കിട്ടിയപ്പോഴും അമ്മ തന്നെയാണ് കേട്ടോ നന്നാക്കിയത്. ഇതിൻ്റെ മേലുള്ള ഇതൊക്കെ പോക്കി വാലൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മുറിക്കണത്. കുറേ റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ തൊലിക്ക പോക്കാൻ. അങ്ങനെ അമ്മ റെഡിയാക്കി കഴുകി. ദേവട്ടിയും എണീറ്റില്ല കേട്ടോ. സ്കൂളിൽ പൂട്ടിയോണ്ട് അവർ കിടന്നുറങ്ങാണ്. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുന്നതാണ് ദേവട്ടി. അതിന് ദേവട്ടി എണീച്ചിക്കാണ് ഇതിനടുത്തുണ്ടാവും കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ വിളിച്ചില്ല, കുറച്ച് ഉറങ്ങിക്കോട്ടെ വിചാരിച്ച്. അങ്ങനെ അമ്മ അത് തലയൊക്കെ കട്ട് ചെയ്ത് തല ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ. തല ഞങ്ങൾ ഒഴിവാക്കുകയാണ്. നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനാണ് കേട്ടോ മുറിക്കണത്. ഞാൻ ചെറിയ പീസാക്കി മുറിച്ചിട്ടാണ് കേട്ടോ എടുക്കണത്. ഇനി അത് ഉപ്പിട്ട് കഴുകണം. എനിക്കത്ര മീൻ മുറിച്ച് പരിചയമൊന്നുമില്ല. അന്ന് അമ്മ പറഞ്ഞു നീ മുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ചത് കേട്ടോ. അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി ഞങ്ങളിത് ഉപ്പിട്ട് കഴുകാൻ പോകാം കേട്ടോ. ഉപ്പിട്ട് കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ട്. അങ്ങനെ ഉപ്പിട്ട് കഴുകി 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഒഴിവാക്കിയാണ് കേട്ടോ. ഉപ്പിൻ്റെ ഇതൊക്കെ പോക്കി. ചിഞ്ചിനോട് നന്നാക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ കയ്യിലാക്കിയല്ലേ നിങ്ങൾ തന്നെ ആക്കിക്കോളി പറഞ്ഞത്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കിയത്. പിന്നെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും മഞ്ഞപ്പൊടീൻ്റെ ഒന്നും അളവൊക്കെ അറിയാത്തതുകൊണ്ട് അമ്മയാണ് ഇട്ടത്. ഉപ്പ് മഞ്ഞപ്പൊടി മുളകൊക്കെ ഇട്ട് അമ്മ തന്നെയാണ് കേട്ടോ കുഴച്ച് റെഡിയാക്കിയത്. അതൊക്കെ അമ്മയ്ക്ക് അറിയുള്ളൂ ഇതിൻ്റെ അളവൊക്കെ. അങ്ങനെ അമ്മ മഞ്ഞപ്പൊടിയും മുളകൊക്കെ ഇട്ട് കുഴച്ച് മീൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എടുക്കുന്നത്. കുറച്ച് നേരം അത് പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ ഫ്രിഡ്ജിൽ. ഇനി അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കണ്ട് ഞങ്ങൾ പൊരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ വരാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ കേട്ടോ മിക്സ് ചെയ്ത് റെഡിയാക്കണത്. ദേവട്ടന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ഈ വരാൽ പറഞ്ഞത്. ദേവട്ടിക്കും ദേവട്ടൻ ഇത് വന്ന് നിൽക്കുക എന്താ ചെയ്യണം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വാർന്ന് പൊരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് കേട്ടോ. ഇനി ഇടാൻ പോവുകയാണ്. മീനൊക്കെ ഓരോന്നിട്ട് വീഡിയോ എടുക്കുന്നത് ചിഞ്ചാണ് കേട്ടോ. ഞാൻ വലിയ കുക്കിംഗ് എന്ന് പറഞ്ഞ ആളല്ല കേട്ടോ. ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ്. ഫുള്ള് മീനും ചട്ടിയിലിടാൻ കഴിഞ്ഞില്ല കേട്ടോ. കുറച്ച് കഷ്ണം കൂടി ബാക്കിയുണ്ട്. അത് പിന്നെ ഇടാൻ വിചാരിച്ചു, അടുത്തതിലിടാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ വരാൽ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കണം. ഇപ്പോൾ ഗൈസ് ബാക്കിയുള്ള കഷ്ണം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ദേവട്ടിക്കും ദേവട്ടനൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അവർ കഴിക്കണത് കാണാം. ഞങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കരിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ദേവട്ടിക്ക്. ദേവട്ടിയും ദേവട്ടനും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ചൂടുകൊണ്ട് അവൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചൂടാണ്. ദേവട്ടന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. ഇന്നെന്താ അറിയില്ല, അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി കുറച്ച് കഴിയണം. തീരാനാകുമ്പോഴാണ് അവന് വേണ്ടി വരാം. അതുവരെ അവന് വേണ്ടി വരില്ല. ദേവട്ട അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ടേസ്റ്റൊക്കെ നോക്കാൻ പോവാണേ.
ഗൈസ്, ഞങ്ങളുടെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.